നിർമാല്യം ഷോർട്ട് ഫിലിമിന്റെ വിജയാഘോഷം പഴയങ്ങാടിയിൽ നടന്നു. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. ഷാജി ബേക്കേഴ്സിന്റെ ബാനറിൽ പൂർണ്ണമായും ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുപാടിൽ ചിത്രീകരിച്ച ഷോർട്ട് ഫിലിമാണ് നിർമാല്യം. 3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷത്തിലേറെ പേർ കണ്ടു കഴിഞ്ഞു. ഷോർട്ട് ഫിലിം വിജയിച്ചതിന്റെ ആഘോഷം ബേക്കേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ നടന്നു. നിർമ്മാതാവ് ഷാജി നെട്ടൂർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് അഖിൽ മാടായി സംവിധാനം ചെയ്ത എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണിത്. ആദ്യത്തേത് ധീര ജവാൻ എന്ന് പറഞ്ഞിട്ട് ഒന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല വിജയമായിരുന്നു. അതിനുശേഷം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് എടുത്ത ഷോർട്ട് ഫിലിമാണിത്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാലും നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട്. 10 ലക്ഷം വ്യൂ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഘോഷമായിരുന്നു നമ്മൾ ഇവിടെ കഴിഞ്ഞത്. അണിയറ പ്രവർത്തകരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. രചനയും സംവിധാനവും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത് അഖിൽ മാടായിയാണ്. ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഷോർട്ട് ഫിലിമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഷോർട്ട് ഫിലിമാണിത്. കാരണം കഥയിലല്ല, നമ്മൾ ഇത് ചെയ്യാനും ഇതിൻ്റെ തീമും ഒക്കെ നമുക്ക് ഒരുപാട് പ്രതിസന്ധി. കാരണം ഗുരുവായൂർ അമ്പലത്തിലുള്ള പോലത്തെ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് അനുവാദമില്ല. പക്ഷേ നമ്മൾ അന്വേഷണം, നമ്മളെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് നമ്മൾ ഓരോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വിജയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ 1 മില്യൻ്റെ മുകളിൽ ഈ വീഡിയോ പോയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഷാജി ബേക്കേഴ്സിൻ്റെ ബാനറിൽ ഇതിൽ നമുക്ക് ചെറിയൊരു അനുമോദനം കൂടെ ഇതിൽ അഭിനയിച്ച വേറെയും താരങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ തൃശ്ശൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലത്താണ്. അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല. എന്നാലും നമ്മുടെ 2 കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു അനുമോദനം, അതായത് ഗുരുവായൂരപ്പൻ്റെ ബാനറിൽ നമ്മളെ ഒരു ഷോർട്ട് ഫിലിം വിജയിച്ചതിൻ്റെ സന്തോഷകരമായിട്ട് നമ്മൾ ഈ പറയുന്ന ഈ 2 കലാകാരന്മാർക്ക് നമ്മൾ നല്ലൊരു അനുമോദനം കൊടുക്കാൻ ഷാജിയേട്ടൻ ഈ ഒരു രീതിയിൽ നമുക്ക് അവസരം ഒരുക്കി തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ നല്ല വർക്കുകൾ വരുന്നതായിരിക്കും. ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനസ്സിന് ഒരു സന്തോഷം, ഭഗവാന്റെ മുന്നിൽ നിന്ന് ചെയ്തൊരു വീഡിയോ വൻ വിജയമായതിനത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അനുമോദനം ഇവർക്ക് തയ്യാറാക്കിയത്. ഇനിയും വരുന്ന ഷോർട്ട് ഫിലിമുകൾ എല്ലാവരും കാണണം. കൂടുതൽ നമുക്ക് പ്രോത്സാഹനം തരണമെന്ന് വിനീതമായി അപേക്ഷിക്കും. മേഘ സുരേഷ്, സലാം ജബ്ബാർ, ലിബിത തൃശൂർ, ഡേവീസ്, നന്ദൻ കണ്ണൂർ എന്നിവരാണ് അഭിനേതാക്കൾ. ഇവരെ മൊമെന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു. സമകാലിക വിഷയങ്ങൾ ഏറ്റവും മനോഹരമായി തിരക്കഥയുണ്ടാക്കി അത് അവതരിപ്പിക്കുന്നതിൽ അഖിൽ മാടായിയുടെ സംവിധാന മികവ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധായകൻ്റെ ഗുരുവായൂരിൽ നിന്നെടുത്ത നിർമാല്യം എന്ന ഈ ഷോർട്ട് ഫിലിം ഗംഭീര വിജയമായതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അഖിൽ മാടായിയുടെ വളരെ മികച്ച ഒരു ഷോർട്ട് ഫിലിമാണ് നിർമാല്യം. അത് 1 മില്യൺ ആയതിൽ പ്രേക്ഷകർക്കും ഇതിനെ സാമ്പത്തികമായിട്ട് നമ്മളോട് സഹകരിച്ച ഷാജി ബേക്കറി എന്ന ഷാജിയേട്ടനും വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇതിലെ അഭിനേതാക്കളും വളരെ വിഷമം അനുഭവിച്ചുകൊണ്ട്, വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം ഇല്ലെങ്കിലും നമ്മൾ പല രീതിയിലുള്ള ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. സന്തോഷം തോന്നുന്നു ഈ അവസരത്തിൽ. നിർമാല്യം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം 10 ലക്ഷം വ്യൂസ് കഴിഞ്ഞു. അഖിൽ മാടായിയാണ് സംവിധാനം ചെയ്തത്. ഏട്ടൻ്റെ കെയർ ഓഫിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നുന്നു. ഷാജി ബേക്കേഴ്സിന്റെ ബാനറിൽ നിർമാല്യം 2ാമത്തെ ഫിലിമാണ്. ആദ്യത്തേത് ധീര ജവാൻ. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.